ഫാദർ സെബാസ്റ്റ്യൻ അരീക്കാട്ട് കഴിഞ്ഞ 6 വർഷമായി നമ്മുടെ ബർമിംഗ്ഹാം അതിരൂപതയുടെ കീഴിൽ സീറോ മലബാർ സഭയുടെ കാത്തലിക് ചാപ്ലൈനായും ഇടവക വികാരിയായും അതുപോലെ തന്നെ കരിസ്മാറ്റിക് നവീകരണ രംഗത്തെ ഒരു മാറ്റത്തിന് തുടക്കം കുറിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ അരീക്കാട്ടച്ചൻ തൻ്റെ വിശ്രമമില്ലാത്ത 6 വർഷത്തെ UK പ്രവാസ ജീവിതത്തിന് ശേഷം അച്ഛൻ്റെ സ്വന്തം രൂപതയായ ഇരിങ്ങാലക്കുടയിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ കഴിഞ്ഞ 6 വർഷം കൊണ്ട് അച്ഛൻ UK വരുത്തിയ നവീകരണ പ്രസ്ഥാനത്തിൻ്റെ മാറ്റങ്ങൾ, അല്ലെങ്കിൽ മലയാളികളായ നമ്മളിൽ അച്ഛൻ നമുക്ക് പകർന്നു തന്ന ആ ആത്മീയ നവീകരണത്തിൻ്റെ ഉത്തേജനം, അത് നമുക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. വളരെ സങ്കടത്തോടെ UK മലയാളികൾ അച്ഛന് യാത്രയപ്പ് നൽകുകയാണ്. നമുക്ക് അച്ഛനുമായി കുറച്ച് സംസാരിക്കാം. അച്ഛനൊന്ന് അച്ഛാ നമസ്കാരം. അച്ഛൻ നാട്ടിൽ വൈദിക ആയതിനു ശേഷം അതിനുശേഷം അച്ഛൻ നേരിട്ട് കുറച്ച് കാലങ്ങളോളം അച്ഛൻ സെമിനാരികളിൽ റെക്ടറായും സ്പിരിച്വൽ റെക്ടറായും ജോലി ചെയ്തു. അതിനുശേഷം അമേരിക്കയിലേക്ക് പോകാനുണ്ടായ ഒരു സാഹചര്യം ഒന്ന് വിവരിക്കാമോ? ഞാൻ സെമിനാരിയിൽ 6 വർഷം ജോലി ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ഒരു വർഷം സബാറ്റിക്കൽ ഇയർ എന്ന് പറയും. അപ്പോൾ അതിന് ഞാൻ ഓപ്റ്റ് ചെയ്തത് എൻ്റെ കൂട്ടുകാരൊരു മെത്രാനച്ചൻ കാനഡയിലുണ്ട്. അപ്പോൾ അദ്ദേഹം അവിടെ നേരത്തെ തന്നെ എനിക്ക് ബന്ധം ഉണ്ടായിരുന്നു, കറസ്പോണ്ടൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ക്ഷണിച്ച നിലയ്ക്ക് ഞാൻ കാനഡയിൽ പോയതാണ്. പക്ഷെ അവിടെ ചെന്ന ശേഷം അവിടുത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ഇവിടെ പല പള്ളികളും ഒഴിഞ്ഞു കിടക്കുകയാണ്. അപ്പം ഞാൻ അവിടെ 3 വർഷം അങ്ങനെ അവിടെ നിന്ന് ജോലി ചെയ്തു. അച്ഛനെ സംബന്ധിച്ചിടത്തോളം സാധാരണ ഒരു ഇടവക വികാരി എന്നതിലുപരിയായി കുറെ കൂടെ കരിസ്മാറ്റിക്കിലേക്ക് ഒരു ഇൻവോൾവ്മെന്റ് ചെയ്തുകൊണ്ടും മറ്റുള്ളവരെ ആത്മീയമായിട്ട് ഉണർവിലേക്ക് നയിക്കുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ആത്മീയ പ്രവർത്തനം അച്ഛനെ സംബന്ധിച്ച് എന്താണ് അച്ഛൻ ഇങ്ങനെ ഈ ഒരു കരിസ്മാറ്റിക് നവീകരണത്തിലേക്ക് വരാൻ? അല്ലെങ്കിൽ ഞാൻ കേട്ടിട്ടുണ്ട് അച്ഛൻ നേരത്തെ ഒരു സാധാ ഇടവക വികാരി മാത്രമായിരുന്നു, പിന്നീടാണ് അച്ഛൻ കൂടുതൽ ദൈവത്തെ അറിയുകയും ദൈവത്തെ പ്രഘോഷിക്കുകയും ചെയ്തത്. എന്തായിരുന്നു അച്ഛൻ അതിനൊരു തുടക്കം? അത് ശരിയാണ്. എൻ്റെ പൗരോഹിത്യ ജീവിതത്തിലെ ആദ്യത്തെ 10 കൊല്ലം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഞാനൊരു സോഷ്യൽ പ്രീസ്റ്റ് ആയിരുന്നു. പിന്നെ ഞാൻ ഇടവകയിലേക്ക് വന്നപ്പോൾ ആ ഇടവകയിൽ സ്ഥായിയായ മാറ്റം എങ്ങനെ ഉണ്ടാകുമെന്ന് ബഹുമാനപ്പെട്ട ജോർജ് പനക്കലച്ചനോടും മാത്യു നായ്ക്കമ്പർമ്മച്ചനോടും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞൊരു ആശയമാണ്, നമുക്ക് കരിസ്മാറ്റിക് ധ്യാനം നടത്താം. അങ്ങനെ നോർത്ത് ചാലക്കുടി എന്ന ഇടവകയിൽ ഞാൻ ആദ്യം കരിസ്മാറ്റിക് ധ്യാനം ആരംഭിച്ചു. അത് ആ ഇടവകയുടെ തന്നെ മുഖച്ഛായ മാറ്റി. അപ്പോൾ ഞാനും ഒരു ധ്യാനത്തിൽ കൂടി എന്തെന്നില്ലാത്തൊരു ദൈവാനുഭവം എനിക്കുണ്ടായി. 1982 മുതൽ കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിൽ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ കേരളത്തിൻ്റെ KST അതിൽ മെമ്പറായിരുന്നു. ജീസസ് യൂത്തിനെ സഹായിക്കാൻ തുടങ്ങി. പിന്നെ ഒരു ധ്യാനഗുരുവായിട്ട് പ്രവർത്തിച്ചിരുന്നു. അവിടെയൊക്കെ എനിക്ക് ഒത്തിരി ഒരു പ്രോത്സാഹനവും ശരിയായൊരു ആധ്യാത്മികം കണ്ടെത്താൻ പറ്റിയതുകൊണ്ട് കരിസ്മാറ്റിക് പ്രസ്ഥാനം നല്ലതാണെന്ന് തോന്നി. അത് അന്നും ഇന്നും ഞാൻ അതിൽ ഉറച്ചു നിൽക്കുകയാണ്. അപ്പോൾ ഈ അമേരിക്കയിൽ ചെന്നപ്പോഴും അച്ഛൻ ഈ 3 വർഷക്കാലം അവിടെയും ഈ കരിസ്മാറ്റിക് പ്രവർത്തനങ്ങളുമായിട്ടായിരുന്നു അച്ഛൻ്റെ പ്രവർത്തനം? അതോ ഒരു ഇടവക വികാരി ഒരു സാധാരണ രീതിയിലുള്ള പ്രവർത്തനം തന്നെയായിരുന്നോ? അവിടെ ആദ്യം ഇടവക വികാരിയായിരുന്നു. പക്ഷേ ഞാൻ കുറേ ധ്യാനങ്ങളൊക്കെ അവിടെ സംഘടിപ്പിച്ചിരുന്നു. പിന്നെ കാനഡയിലും അമേരിക്കയിലും ജീസസ് യൂത്തിനെ സഹായിച്ചിരുന്നു. അതൊക്കെ കരിസ്മാറ്റിക്കാണ്. പക്ഷേ ഇടവകയിൽ കരിസ്മാറ്റിക് പ്രസ്ഥാനം ആദ്യം ഉണ്ടായിരുന്നില്ല. അച്ഛൻ UK വരുമ്പം ഇന്നത്തെ സാഹചര്യമല്ല 6 വർഷം മുമ്പ് ഉണ്ടായിരുന്ന സാഹചര്യം. ആ ഒരു സാഹചര്യത്തിൽ ഇതുപോലൊരു പള്ളിയിൽ വികാരിയായിരുന്നു കൊണ്ട്, അല്ലെങ്കിൽ ഇത്രയും ഇടവകളിൽ അച്ഛൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകാമെന്നും ഇതുപോലൊരു കമ്മ്യൂണിറ്റിയെ ഏകീകരിച്ചുകൊണ്ട് അച്ഛനായിരുന്നു നയിച്ചുകൊണ്ട് പോകാൻ പറ്റുമോ എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു? ആദ്യത്തിൽ എനിക്ക് അങ്ങനെ ഒരു പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. കാര്യങ്ങൾ അത്ര വ്യക്തമായിരുന്നില്ല. ഞാൻ വന്നു. പിന്നെ എനിക്ക് നല്ലൊരു ദൈവവിശ്വാസം ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ പരിപാലനം ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. ഇന്ന് വരെ കാത്ത എൻ്റെ ദൈവം നാളെയും എന്നെ കാത്തു സൂക്ഷിക്കും. അങ്ങനെ ദൈവത്തിൽ ഞാൻ നന്നായിട്ട് ആശ്രയിച്ച് ശരണപ്പെട്ട് കുറേ പ്രാർത്ഥിക്കുമായിരുന്നു. ദൈവം എനിക്കൊരു വഴി കാണിച്ചു തരണം, ഞാൻ എന്താണ് ഇവിടെ ചെയ്യേണ്ടത്. അങ്ങനെയാണ് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചത് തന്നെ. ഈ പള്ളി ഇത് എല്ലാ 2ാം ശനിയാഴ്ചകളിലും അച്ഛൻ്റെയും സോജിയച്ഛൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നവീകരണ ധ്യാനങ്ങൾ കൺവെൻഷൻ നടക്കുന്നു. അപ്പോൾ ഈ ഇടവക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതിനോട് എന്തുമാത്രം ഇൻവോൾവ് ചെയ്യാൻ സാധിക്കുന്നു? അല്ലെങ്കിൽ നമ്മുടെ ഒരു മലയാളി കമ്മ്യൂണിറ്റി ഈ പള്ളി ഇതുപോലെ യൂസ് ചെയ്യുമ്പോൾ അവരുടെ പ്രതികരണം എന്തായിരുന്നു? ഞാൻ ഏറ്റവും ആദ്യം ചെയ്ത ഒരു കാര്യം, ഈ ഇടവകയിൽ ഇംഗ്ലീഷുകാരുടെ ഇടവകയിൽ മലയാളികളെ വിളിച്ചുകൊണ്ട് വന്ന് അവരുടെ രീതി എന്താണ്, അവരുടെ സംസ്കാരം എന്താണ്, അവരുടെ വിശ്വാസം എന്താണ് എന്നെല്ലാം ഒന്ന് വിശദീകരിച്ച് കുറച്ച് ഇന്ത്യൻ കൾച്ചറൽ പ്രോഗ്രാംസ് നടത്തി, ഇന്ത്യൻ ഡിന്നർ കറി ഈവനിങ് ഒക്കെ നടത്തി ആദ്യം തന്നെ മലയാളികളെ ശരിക്കും ബ്രിട്ടീഷുകാർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. അവർക്കത് വലിയ താല്പര്യമായി. അതിനുശേഷം ഇന്ന് വരെ ഈ പള്ളിയിലെ എല്ലാ ഫെസിലിറ്റീസും മലയാളികൾക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുകയാണ്. ഈ പള്ളി ഉപയോഗിച്ചിരുന്നു, ഹാൾ ഉപയോഗിച്ചിരുന്നു, ടോയ്ലറ്റ് സൗകര്യങ്ങളെല്ലാം മലയാളികളുടെ എന്ത് പരിപാടിയും
അതിൽ അവർ എടുത്തെടുത്ത് പറയുന്നൊരു കാര്യം, അവർക്കത് കൊടുക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ, യാതൊരു എതിർപ്പും അവർക്കില്ല. ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ അരിക്കാട്ടച്ചനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ഒരുപാട് നല്ല സുന്ദരമായിട്ടുള്ള ഓർമ്മകളാണ് ഉള്ളത്. ഫാദർ എന്ന് നമ്മളൊരു അച്ഛനെ വിളിക്കുന്നു, കാരണം അദ്ദേഹം പിതാവാണ്. അതുപോലെയായിരുന്നു ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ അരിക്കാട്ടച്ചൻ. എല്ലാവർക്കും ഒരു അപ്പനായി, പിതാവായി, ധാരാളം ആളുകളെ യേശുവിൻ്റെ സ്നേഹത്തിലേക്ക് ആനയിച്ച ഒരു ധന്യനായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ബഹുമാനപ്പെട്ട അരിക്കാട്ടച്ചൻ്റേത്. പ്രത്യേകിച്ച് ഈ ബർമിംഗ്ഹാം അതിരൂപതയിൽ അച്ഛൻ കുറേ സ്ഥലങ്ങളിൽ പരിശുദ്ധ കുർബാന ആരംഭിക്കുകയും വേദപാഠം ആരംഭിക്കുകയും ധാരാളം ആത്മീയ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്തു. ധാരാളം പേര് അതിലൂടെ യേശുവിനെ കൂടുതൽ അറിയാനായിട്ട്, പ്രത്യേകിച്ച് ഏത് സമയത്തും ആർക്കും അച്ഛൻ്റെ സമീപത്ത് വരാം. ഒരു വൈദികന് ഉണ്ടായിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റിയാണ് ഈ ഒരു അപ്രോച്ചബിലിറ്റി. അത് കർത്താവ് അച്ഛന് ധാരാളം കൊടുത്തു. പ്രത്യേകിച്ച് എപ്പോൾ ഏത് രാത്രിക്ക് വേണമെങ്കിലും ഫോൺ വിളിക്കാനോ എപ്പോൾ വേണമെങ്കിലും വന്നൊരു കാര്യം ഡിസ്കസ് ചെയ്യാനോ അച്ഛൻ നല്ലൊരു തുറന്ന മനസ്സും ഹൃദയമായിരുന്നു. ഏതെങ്കിലുമൊക്കെ യുവാക്കന്മാർക്ക് ഒരു ജോലി കിട്ടാതെയോ അല്ലെങ്കിൽ ഒരു തടസ്സമൊക്കെ വന്നു കഴിഞ്ഞാൽ അച്ഛൻ്റെ അടുത്ത് വന്ന് താമസിക്കാനും അച്ഛനോട് ഹൃദയതുറവിയോടുകൂടി സംസാരിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ അച്ഛൻ സദാ അച്ഛൻ്റെ ഹൃദയവും ഭവനവും തുറന്നു കൊടുക്കുമായിരുന്നു. അതുകൊണ്ട് അച്ഛൻ്റെ വരവിലൂടെ ഇവിടെ ധാരാളം നവീകരണ ശുശ്രൂഷ ശക്തിപ്പെട്ടു. ജീസസ് യൂത്തിൻ്റെ ശുശ്രൂഷകളാണെങ്കിലും കരിസ്മാറ്റിക് ശുശ്രൂഷകളാണെങ്കിലും ഡിവൈൻ ടിവിയുടെ ശുശ്രൂഷകളാണെങ്കിലും എല്ലാം അച്ഛൻ്റെ വരവിലൂടെയാണ് ബലം പ്രാപിക്കുകയും ശക്തി പ്രാപിക്കുകയും ചെയ്തത്. അങ്ങനെ ധാരാളം നല്ല നല്ല കാര്യങ്ങൾ ചെയ്തതിന് ശേഷമാണ് 6.5 വർഷത്തെ ശുശ്രൂഷ പൗരോഹിത്യത്തിൻ്റെ ഈ ദേശത്തുള്ള ചെലവഴിക്കലിന് ശേഷം അച്ഛൻ തിരിച്ച് തൻ്റെ നാട്ടിലേക്ക് പോകുന്നത്. അച്ഛന് ഈ ദേശത്ത് നിന്ന് തിരിച്ചു പോകുമ്പോൾ അച്ഛൻ്റെ പിൻഗാമി എന്ന നിലയിൽ എനിക്ക് സങ്കടവും ഒക്കെ ഉണ്ടെങ്കിലും ദൈവം ഓരോ കാലഘട്ടത്തിൽ ഓരോ സ്ഥലത്തേക്ക് അച്ഛനെ കൊണ്ടുപോയി അവിടെ ധാരാളം ആത്മാവിൻ്റെ ശുശ്രൂഷ ചെയ്യിപ്പിക്കുകയാണ്. അച്ഛന് എല്ലാ മംഗളങ്ങളും ഭാവങ്ങളും നേരുന്നു. കർത്താവ് അച്ഛനെ ധാരാളം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതുപോലെ ഇപ്പം അച്ഛൻ പറഞ്ഞപ്പോൾ ജീസസ് യൂത്ത്, ഞാൻ ഒരിക്കൽ അച്ഛൻ്റെ ജീസസ് യൂത്തിൻ്റെ ഒരു കുർബാനയിൽ പങ്കെടുത്തു. എനിക്കിത് അതിലൊരു ഭയങ്കരമായ ഒരു അനുഭവവും അല്ലെ കുർബാന എന്താണ് ഞാൻ അന്ന് വരെ കണ്ടിട്ടുള്ളതിൽ നിന്ന് വെച്ച് വളരെയേറെ വ്യത്യസ്തമായ ഒരു ആഴത്തിൽ ഒരു ദൈവാനുഭവം ആ കുർബാനയിലുണ്ടായി. അത് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ജീസസ് യൂത്തിന് വേണ്ടി അച്ഛനെടുക്കുന്ന ക്ലാസ്സുകളും അച്ഛൻ്റെ കുർബാനയും എല്ലാം ഒരു പ്രത്യേക അനുഭവം, ഒരു പ്രത്യേക ഉണർവാണെന്ന്. എന്താണ് വെച്ചാൽ ജീസസ് യൂത്തിലൂടെ അച്ഛൻ ഇത്രയും ഒരു പ്രത്യേക ഒരു മമതയും അല്ലെങ്കിൽ അതിലേക്കൊരു ഇത്രയും ഒരു ആഴത്തിലുള്ള ഒരു അനുഭവം അച്ഛനുണ്ടാകാനുള്ള ഒരു ഇതൊന്ന് ഒന്ന് വിവരിക്കാമോ? ജീസസ് യൂത്തിൻ്റെ ആരംഭം മുതൽ 1985 മുതൽ ഞാൻ അതിൽ ഒരു സ്ഥായിയായ സ്ഥാനം, ഒരു പങ്ക് എനിക്കുണ്ടായിരുന്നു. അവരിൽ ഞാൻ വളരെ ആധ്യാത്മികത കണ്ടു. അതിന് ഞാനും പ്രോത്സാഹിപ്പിച്ചിരുന്നു. എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്ന ആധ്യാത്മികത അവരിൽ ഞാൻ കണ്ടപ്പോൾ എന്തെന്നില്ലാത്ത ഒരു അടുപ്പവും സ്നേഹവും അവരോട് എനിക്കുണ്ടായിരുന്നു. അവർ കുർബാനയ്ക്ക് വരുന്നവർ അവർ തന്നെ നന്നായി ഒരുങ്ങി പ്രാർത്ഥിച്ച് വരുന്നവരാണ്. പിന്നെ ഞാനും അതിനുവേണ്ടി ഒരുങ്ങി വരുമ്പോഴാണ് ആ കുർബാന വളരെ ഒരു അനുഭവമായി തീരുന്നത്. 2 കൂട്ടരും ഒരുമിച്ച് വരുമ്പോഴാണ്. അതുപോലെ തന്നെ അച്ഛൻ UK വന്നതിന് ശേഷം ഏതാണ്ട് 10-14 സ്ഥലങ്ങളിൽ അച്ഛൻ എല്ലാ ഞായറാഴ്ചകളിലും പോയി മലയാളത്തിൽ കുർബാന ചെല്ലുകയും അതുപോലെ സീറോ മലബാർ യൂണിറ്റുകൾ അവിടെ രൂപീകരിക്കുകയും ചെയ്തു. അതോടനുബന്ധിച്ച് പ്രാർത്ഥനാ ഗ്രൂപ്പുകളും കുട്ടികളുടെ മതപഠന ക്ലാസ്സുകളും എല്ലാം അച്ഛൻ സംഘടിപ്പിച്ചു. ഈ സീറോ മലബാർ സഭ കൂട്ടായ്മ ഇങ്ങനെ UK തുടങ്ങാനായിട്ട് അച്ഛന് എവിടെ നിന്ന് ഒരു പ്രേരണ ഉണ്ടായിരുന്നോ, അതോ അച്ഛൻ്റെ തന്നെ സ്വമനസാല തുടങ്ങിയ ഒരു ആത്മാവിൻ്റെ പ്രേരണ അനുസരിച്ചാണോ അച്ഛൻ ഇങ്ങനെ സംഘടിപ്പിച്ചത് എന്നൊന്ന് വിവരിക്കാമോ? ഒരർത്ഥത്തിൽ ഞാൻ UK വരുന്നത് ജീസസ് യൂത്ത് എന്നെ ക്ഷണിച്ചതുകൊണ്ടാണ്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞ ശേഷമാണ് ഞാൻ കാണുന്നത് ഒരുപാട് മലയാളികൾ, അതും സീറോ മലബാർ സഭയിൽപ്പെട്ടത്. അങ്ങനെ ഞാൻ ഇവിടുത്തെ മെത്രാനുമായിട്ട് സംസാരിച്ചു. അപ്പോൾ മെത്രാൻ പറഞ്ഞു, അച്ഛാ ഇവർക്ക് ഇവരുടെ ഭാഷയിലും ഇവരുടെ റീത്തിലും കുർബാന കിട്ടുന്ന നല്ലതാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറേശ്ശെ അതിനു വേണ്ടി കൂടി. അപ്പോഴാണ് സീറോ മലബാറിൻ്റെ സിനഡ് ഉണരുകയും സിനഡ് എന്നെ സഹായിക്കുകയും ഒരു മെത്രാൻ ഇവിടെ വരികയും എന്നെ ഒഫീഷ്യലായിട്ട് സീറോ മലബാറിൻ്റെ ചാപ്ലിനായിട്ട് അപ്പോയിൻ്റ് ചെയ്യുകയും ചെയ്തു. ഇവിടുത്തെ മെത്രാനും അതിലൊത്തിരി സഹകരിച്ചു. അങ്ങനെ വന്നപ്പോൾ ഞാനിവിടെ എല്ലാം യാത്ര ചെയ്ത് ഓരോരുത്തരെ കണ്ടെത്തി ചെറിയ സമൂഹങ്ങളുണ്ടാക്കി അങ്ങനെ വളർന്നാണ് ഇപ്പോൾ 11 കുർബാന കേന്ദ്രങ്ങൾ, മാസ് സെൻറ്റേഴ്സ് ഇപ്പോൾ ഉണ്ട്. അവിടെ മാസം തോറും കുർബാന, കാറ്റഗിസം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംഘടിപ്പിക്കാൻ പറ്റി. അതുപോലെ തന്നെ അച്ഛൻ ഈ ആത്മീയ പ്രവർത്തനമൊപ്പം തന്നെ ഈ കുട്ടികളിലും ചെറുപ്പക്കാരിലുമുള്ള
കഴിവുകളെ, അവരുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് അതിനെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുകയും, എനിക്ക് തോന്നുന്നു അച്ഛൻ നാട്ടിൽ ഇതുപോലെ ഫേസ് എന്നൊരു സംഘടന തന്നെ അച്ഛൻ രൂപീകരിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ ശിഷ്യന്മാരായിട്ടും ഒരുപാട് കലാകാരന്മാർ അറിയപ്പെടുന്ന ഒരു ഫേമസുണ്ട്. അതേക്കുറിച്ചൊന്ന് വിവരിക്കാമോ അച്ഛാ? എൻ്റെ ഒരു അടിസ്ഥാന വിശ്വാസം, ഈ ആളുകൾക്ക് മതം മാത്രം പോരാ, റിലിജിയൻ മാത്രം പോരാ. ഒരു നാനാ തുറയിലുള്ള കാര്യങ്ങൾ അവരിൽ വളരണം. ഒരു ഇൻറ്റഗ്രൽ പേഴ്സണാലിറ്റി, ഹോളിസ്റ്റിക് പേഴ്സണാലിറ്റിയാണ് ഞാൻ വിഭാവനം ചെയ്യുന്നത്. അതിന് അവരിലുള്ള നൈസർഗികമായ കഴിവുകളെ നമ്മൾ വളർത്തണം. അപ്പോൾ എവിടെയൊക്കെ അതിന് അവസരമുണ്ടോ, പ്രത്യേകിച്ച് കല, സാഹിത്യം, പ്രസംഗം, സംഗീതം, കൂട്ടായ്മ, ലീഡർഷിപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളെ കൂടി ഞാൻ വളരെ കാര്യമായിട്ട് എടുത്ത്, അതാണ് യുവതി യുവാക്കന്മാരുടെ ഏറ്റവും വലിയ പ്രമുഖമായ ഒരു വേദി. അതിൽ നമ്മൾ ചെയ്താൽ അവർ താനെ മതപരമായ കാര്യങ്ങളിലേക്കും വരും. അപ്പോൾ ഒരു ഹോളിസ്റ്റിക് ഇൻറ്റഗ്രേറ്റഡ് സ്പിരിച്വാലിറ്റിയാണ് ഞാൻ വിഭാവനം ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവർക്ക് പ്രോത്സാഹിപ്പിക്കുന്നത്. ഈ നാട്ടിൽ ഇപ്പോൾ അച്ഛൻ ഈ ഫേസ് എന്ന് പറഞ്ഞ ഒരു സംഘടന ഉണ്ട്, അത് എന്താണ് ഫേസ്? അതിൻ്റെ ഒരു എനിക്ക് പണ്ടേ തന്നെ ഞാൻ നാട്ടിലായിരുന്നപ്പോൾ കരിസ്മാറ്റിക് ധ്യാനം നടത്തുമ്പോൾ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നപ്പോൾ ആ ഗ്രൂപ്പ് അനാഥമായി പോകുമല്ലോ എന്ന് വിചാരിച്ച് അവരെല്ലാവരും കൂട്ടിച്ചേർത്ത് ഫെലോഷിപ്പ് ഫോർ ആർട്സ് ആൻഡ് ഇവാഞ്ചലൈസേഷൻ എന്ന രീതിയിൽ ഒരു സംഘടന ഉണ്ടാക്കി. അതിലൂടെ കലാപരമായ കാര്യങ്ങൾ വളർത്തുക. അതിന് ഞാൻ കുറേ എന്നെക്കൊണ്ട് സാധിക്കുന്ന രീതിയിൽ എൻ്റെ ടൈറ്റിംഗ് ഒക്കെ അതിനു വേണ്ടി ഉപയോഗിക്കുക, സ്ഥലം കണ്ടെത്തുക, അച്ഛന്മാരെ സഹായം ചോദിക്കുക, പറ്റുന്ന ആളുകളെ കണ്ടെത്തുക. അവരതിന് ഒരു 3 മണിക്കൂർ സ്റ്റേജ് പ്രോഗ്രാം നടത്തുന്നുണ്ട്. എല്ലാം സുവിശേഷവൽക്കരണത്തിന് വേണ്ടിയാണ് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അവരുടെ നൈസർഗികമായ കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് അത് ദൈവമഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കുക. അതിനുവേണ്ടി എനിക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുന്നു. ഇപ്പം ഞാനിങ്ങനെ ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ ഞാൻ ഒരു വാചകം പറഞ്ഞാൽ മതി, അതിന് വലിയ ഇഫക്റ്റ് അവിടെ ഉണ്ടാകും. അല്ലെങ്കിൽ ഞാൻ ഒന്ന് പുഷ് ചെയ്താൽ മതി, അവിടെ വലിയ ഇഫക്റ്റ് ഉണ്ടാകും. കാരണം എൻ്റെ പൊസിഷൻ അങ്ങനെയാണ്. ഒരു അധികാരമുണ്ട്, സ്നേഹമുണ്ട്, അല്പം കുറച്ച് സാമ്പത്തികമായി അവരെ സഹായിക്കാനും പറ്റും, പല രീതിയിൽ സഹായിക്കാൻ പറ്റും. അപ്പം എൻ്റെ കഴിവുകളെ ഇതിനു വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ഹോബി പോലെയാണ്. അച്ഛൻ ഇപ്പം അത് പറഞ്ഞ പ്രവർത്തനം ഒരു അധികാരവുമുണ്ട്, ഒരു സ്നേഹവുമുണ്ട്, വാത്സല്യവുമുണ്ട്. അത് വെച്ച് പറയുമ്പോൾ ഇവിടെ ഇപ്പോൾ UK നമ്മുടെ മലയാളികൾ പ്രത്യേകിച്ച് ഇവിടെ ജോലി, കുഞ്ഞുങ്ങളെ, ഇതെല്ലാം കൂടെ വളരെ ഒരു സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ജീവിതമാണ് ഇവിടുത്തെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇപ്പോൾ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളിൽ ദൈവത്തിൻ്റെ വചനം പകർന്നു കൊടുക്കുക, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ ആത്മീയമായിട്ട് വളർത്തുക, അതിന് നമ്മുടെ കാരണവന്മാരോട് അല്ലെങ്കിൽ ഇവിടുത്തെ UK മാതാപിതാക്കന്മാരുടെ അച്ഛന് എന്താണ് ഉപദേശം കൊടുക്കാറുണ്ട് കുഞ്ഞുങ്ങളിലേക്ക് ദൈവത്തിൻ്റെ അനുഭവം ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ളത്? തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം, നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ മക്കളാണ്. ഈ മക്കൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇവിടെ വന്നതും ഈ അഹോരാത്രം കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നത്. എന്നാൽ ഈ സംസ്കാരവും ഈ സാഹചര്യമൊക്കെ പ്രതികൂലമാണ്. അതുകൊണ്ട് വളരെയേറെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ എവിടെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ പോകുന്നത്, എന്താണ് അവർ പറയുന്നത്, ആരോടാണ് സംസാരിക്കുന്നത് എന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അവർക്ക് മതവും വേണം, സംസ്കാരവും വേണം, ഭാഷ വേണം, കലാപരമായ ഗുണങ്ങൾ വേണം. അങ്ങനെ മൊത്തമുള്ളൊരു വളർച്ചയാണ് അവർക്ക് വേണ്ടത്. പക്ഷെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പ്രാർത്ഥനയിലൂടെ, ബൈബിൾ പഠനത്തിലൂടെ, സാംസ്കാരികമായ കാര്യങ്ങളിലൂടെ, ഹോബി വളർത്തൽ വഴി, അങ്ങനെ എല്ലാത്തിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരവസ്ഥയാണ്. കേരളത്തിലായിരുന്നപ്പോൾ നിങ്ങൾക്ക് അത്രയും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല, അവരിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് വളർന്നുകൊള്ളും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, എല്ലാത്തിലും ഒരു ശ്രദ്ധ വേണം, എല്ലാത്തിലും നിങ്ങളൊരു ശ്രദ്ധ വേണം. കുട്ടികൾക്ക് വേണ്ടി കുറേയേറെ പ്രാർത്ഥിക്കണം. നല്ല മാതൃകാപരമായ ജീവിതം ഉണ്ടെങ്കിലേ ഈ കുട്ടികൾ കണ്ടാണ് പഠിക്കുന്നത്. അതിന് മാതാപിതാക്കന്മാർ മുന്നോട്ട് വരണം. അവർ തന്നെ വളരെ ശ്രദ്ധിച്ച് ജീവിക്കണം. ഇതാണ് എനിക്ക് പറയാനുള്ളത്.